ദീപാവലിക്ക് സൂപ്പർ മെഗാ താരങ്ങളുടെ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടും മലയാളികൾ അടുത്തിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേര് സന്തോഷ് പണ്ഡിതാണ്. താനൊരു സൂപ്പർ താരം എന്ന് സ്വയം പ്രഖ്യാപിച്ച് മലയാള സിനിമയിലേക്ക് ഓടക്കുഴൽ ഊതി വന്ന താരം. നിറഞ്ഞ സദസ്സിൽ ഒതുങ്ങുന്ന രാധയും കൃഷ്ണനും മലയാള സിനിമയിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് ഈ സൂപ്പർ താരം സംസാരിക്കുന്നു. കേട്ടാൽ നിങ്ങൾക്ക് നല്ലത്. ഏഴാം അറിവ് ഇറങ്ങി, വേലായുധം ഇറങ്ങി, ഇത്തരം പിന്നെ ഷാറൂഖിന്റെ രാവൺ ഇറങ്ങി. ഒറ്റ മലയാള ചിത്രം ഇറങ്ങിയില്ല. രാധയും കൃഷ്ണനും മാത്രമേ ഇറങ്ങിയുള്ളൂ. അത് എന്ത് ധൈര്യത്തിലാണ് സിനിമ? ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് ഇതല്ല 3 സിനിമയല്ല 30 സിനിമ ഇതേപോലത്തെ ഇതിലും വലിയ സൂപ്പർ സ്റ്റാറുകൾ ഇറങ്ങിയാലും നമ്മളുടെ സിനിമ നല്ലതാണെങ്കിൽ ജനങ്ങൾ ഇടിച്ച് കയറും. അത് ഞാൻ തെളിയിച്ച് കഴിഞ്ഞതുമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു കറക്റ്റ് വേയിലൂടെ പുതിയൊരു മെസ്സേജോ ആണ് പോകുന്നതെങ്കിൽ തമിഴോ ഹിന്ദിയോ മലയാളം അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിച്ചാൽ, മലയാള സിനിമയിൽ ഒരു പ്രതിസന്ധിയുമില്ല. നിങ്ങൾ നല്ലൊരു സിനിമ കൊടുത്തു നോക്ക്, ആളുകൾ വന്നിരിക്കും. നിങ്ങൾ കണ്ടു തന്നെ തുടർച്ചയായിട്ട് ആളുകളെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊടുക്കുമ്പോൾ ആളുകൾക്ക് ബോറടിക്കുന്നു. അത്രയേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ തെളിവ്. ഇതിന്റെ അപ്പുറത്തെ ഒരു തെളിവ് പറയല്ല. എൻ്റെ 8 പാട്ടും ഇന്റർനെറ്റിൽ 10,000 പ്രാവശ്യം കണ്ടവനാണ് ഈ സിനിമ വീണ്ടും കാണുന്നത്. എൻ്റെ വിമർശകർ എന്നെ വിളിച്ചു പറഞ്ഞു, സന്തോഷ് സാറെ നിങ്ങളുടെ സോങ്ങിൽ ഞാൻ അയാളുടെ അഭിപ്രായമായിരുന്നു, മറ്റുള്ള സോങ്ങൊക്കെ ഒരുവിധം സഹിക്കാം എന്നാണ് യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അംഗനവാടിയിലെ ടീച്ചർ എന്നുള്ളത് തീരെ പോരാന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഈ വിഷ്വലൈസേഷൻ ആണല്ലോ ഞാൻ കമന്റ് എഴുതിയെന്ന് എനിക്ക് തോന്നിപ്പോ. എന്തൊരു മനോഹരമായ വിഷ്വലൈസേഷൻ. കണ്ണുവട്ടന്മാര് ആനേനെ വിമർശിക്കുമ്പോൾ ദയവ് ഇത് വിമർശിക്കരുത്. ഇങ്ങനെയല്ലേ വിമർശിക്കണ്ടേ? നിങ്ങൾ അതിൽ ഏതെങ്കിലും ചെറിയ സീനും കണ്ടു. അപ്പൊ ഈ വിമർശകരൊക്കെ ഒന്നിച്ചാണ് ഈ സിനിമ കാണാൻ പോകുന്നത്. കാരണം തിയേറ്ററിൽ മുഴുവൻ കൂവലാണെന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞു കിടക്കുന്നത്. അതിനിപ്പോ ആൾക്കാർ പറഞ്ഞു കിടക്കുന്നതായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ സ്റ്റഡി കളക്ഷനിലാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഷോക്ക് കൂട്ടുകയാണ് ചെയ്തത്. ആളുകൾ എൻജോയ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറയുന്നത്. മറ്റു താരങ്ങളുടെ ഫാൻസ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ആരാധകർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കുറച്ചുപേര് ബോധപൂർവം നിങ്ങൾ പറഞ്ഞതുപോലെ തുടക്കം മുതൽ ഒടുക്കം വരെയും ബഹളം ഉണ്ടാക്കാനും ഒരു ശ്രമം അവരെ വാഴ്ത്തുന്ന സിനിമയെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കും ഇത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പുതിയ കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രശ്നമാണ്. അങ്ങനെയും വരാം. അതിന്റെ കനമേ അറിയൂ, ആ ചന്ദനത്തിന്റെ സുഗന്ധം അറിയില്ല. അതുകൊണ്ട് കാണാവുന്നല്ല, കണ്ടിരിക്കുന്നവരാ. അപ്പൊ നമ്മൾ ഇത്രയും കാലമുള്ള ഒരു സങ്കല്പമുണ്ട് ഏത് കാര്യത്തിലും. അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഒരു വിമർശനം, സങ്കല്പമാണ് പൊളിച്ചു പണിത്. സങ്കല്പം പൊളിഞ്ഞു. അപ്പൊ ആ സങ്കല്പം പൊളിയുമ്പോൾ അത് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ ഫാൻസുകാർ ആര് ചെയ്യുന്നുണ്ടോ, ചിലപ്പോൾ അവരൊന്നും ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും ചിലപ്പോൾ ആളുകൾക്ക് തന്നെ അതൊരു ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും. ഈ 100 ആളെ സിനിമ, പുതിയ ആളെ സിനിമ എങ്ങനെയാണ് ഇത് ആദ്യ ഷോ തൊട്ട് ഫുള്ളാവുന്നത്? അത് മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, പല സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയ്ക്ക് പോലും ആദ്യ ദിവസങ്ങൾ അവരെത്ര നല്ല പ്രകടനം കാഴ്ചവെച്ചാലും മറ്റേ ടീം വല്ലാതെ കൂകി വിളിക്കാറുണ്ട്. അപ്പൊ ഈ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇല്ലാത്ത എന്താണ് താങ്കളുടെ സിനിമയിൽ ഉണ്ടായിരുന്നത്? യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾ സിനിമ കണ്ട പ്രേക്ഷകരാണ് ചോദിക്കേണ്ടത്. എന്നാലും സിനിമ കാണാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ്. അതെ, എത്ര പേരെ വിളിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അടുത്ത ആഴ്ച 2 കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഞാനിതിൽ പറഞ്ഞാൽ ജനങ്ങൾ എന്തുകൊണ്ട് ഇത് ഇത്രയും ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, വെറൈറ്റിയെ ജനങ്ങൾ ആഗ്രഹിക്കും. ഇപ്പൊ എന്റെ ഗാനങ്ങളെ വിമർശിച്ച ഒരു വിഭാഗം എന്ന് വെച്ചാൽ അത് വളരെ പെട്ടെന്ന് ആൾക്ക് ക്യാച്ച് ചെയ്യും. ഇത് സിമ്പിളാണ്. ഒരു ഫസ്റ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കയ്യിൽ ആ 8 സരിഗമ പദനിസ അതിൽ ഒപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്റെ ഏത് സോങ് എടുത്താലും പക്ക അതേ ക്രാഫ്റ്റിംഗിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പോ ദേഹിയില്ല, ദഹിക്കപ്പോൾ ദാഹമില്ല, സുഗന്ധമില്ല, സുഗന്ധിക്ക് ജീവനില്ല, രാത്രി ശിവരാത്രി, ഇനി എന്നും ശിവരാത്രി, ഇതെങ്ങനെയാണോ ഈ തുടക്കം ഇടുന്നത് അത് ഞാൻ 8 ഒപ്പിച്ചു കഴിഞ്ഞാൽ അതേ ഇതിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായങ്ങു ചേർന്നു നിന്നേ, കാളിന്തിയാറ്റി കുളിക്കുന്നേരം ഗോപികമാർ വന്നു കൂട്ടുകൂടി. തന്നാനെ
എല്ലാവർക്കും ആരാധകരാണല്ലോ ആ യെസ് യെസ്. ഈ ആരാധകരുടെ പ്രശ്നമുണ്ടോ ഇപ്പോഴും? ഒരു വൃക്ഷത്തെ നമ്മൾ കാണുമ്പോൾ അതിന്റെ പുറത്തുനിന്നാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അതിനെ താങ്ങി നിർത്തുന്ന അതിന്റെ അടിയിലുള്ള വേരുകളാണ്. അതേപോലെ ഫാൻസാണ് നമ്മളെ വേരുകൾ. ആർക്ക് വേണ്ടിയാണ് താങ്കൾ ഈ സിനിമ ചെയ്തത്? ഞാൻ ആർക്ക് വേണ്ടി എന്നൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ ഞാൻ വിചാരിച്ചില്ല. ഞാൻ എൻ്റെ ഒരു ജോലി എന്ന രീതിയിൽ ഞാൻ വിചാരിച്ചു. ഫിലിം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമസ്ത മേഖലയെ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞ നല്ലൊരു സൈക്കോളജിസ്റ്റ് ആയിരിക്കണം നല്ലൊരു ഡയറക്ടർ. കാരണം അദ്ദേഹത്തിന് നേരിട്ട് ഇപ്പം ഞാൻ ചെയ്ത പോലെ ഇപ്പം എല്ലാ പണി ഒരാൾ ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന് അറ്റ്ലീസ്റ്റ് അറിയണം, അയാളെ മൈൻഡിൽ വേണം. ഒരു ഗായകനല്ല ഒരു ഗായിക, ആരോ എഴുതുന്ന ഒരു പാട്ട്, അയാൾക്ക് ചിലപ്പോൾ ആ പാട്ട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല, പൈസ കിട്ടുമല്ലോ, എന്ത് ചെയ്യാൻ പാടില്ല. ഒരു നടൻ, വേറെ വഴിയില്ല. അതുകൊണ്ടാണ് എല്ലാം ഏറ്റെടുത്തത് അല്ലേ? പാട്ടും അല്ല, അതുകൊണ്ടാണ് ഞാൻ ഡയറക്ഷനിലേക്ക് ഞാൻ തിരിഞ്ഞത്. കാരണം ഡയറക്ടർക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മറ്റിപ്പോ ഒരു ഗായകൻ പറയും ഞാൻ ഇഷ്ടപ്പെട്ട പാട്ടേ പാടുന്നു, അങ്ങനെ എല്ലാ സംവിധായകരും തുടങ്ങി ആരും അഭിനയിക്കാൻ പറ്റൂലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു പോകേണ്ടതല്ല, ഒരു സംവിധായകൻ അത് പറ്റുന്ന പറഞ്ഞു. ഏറെക്കുറെ അയാൾ വിചാരിക്കുന്ന ഗായകരെ കൊണ്ട് പഠിപ്പിക്കാം, കുറെ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പണിയിലേക്ക് വന്നത്. പിന്നെ ബാക്കിയുള്ള ജോലികൾ ചെയ്തെന്ന് എനിക്ക് തോന്നി, എനിക്ക് ചെയ്യാവുന്ന ജോലികളേ ഉള്ളൂ എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തു. അത് വേറെ വിഷയം. അയ്യോ സാർ, ഞാൻ അത്യാവശ്യമായി തിയേറ്റർ വരെ ഒന്ന് പോവുകയാണ്. ആരാണ് ഇത്ര സീരിയസ് ആയി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ അല്ല സാർ, സിനിമാ തിയേറ്റർ. അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ പോകുന്നു, അത്യാവശ്യമായി വീട്ടിൽ പോകുന്നു, അത്യാവശ്യമായി കക്കൂസിൽ പോകുന്നു ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതാദ്യമായി ഒരുത്തൻ തിയേറ്ററിൽ പോകുന്നു എന്ന് പറയുന്നത്. എന്താണ് നിന്റെ പേര്? ജോൺ. എന്ത് ഫോണോ? ഫോണല്ല സാർ, ജോൺ. എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? അതെനിക്ക് പാരമ്പര്യമായി കിട്ടിയത്. ഞാൻ അവിടെ സ്കൂളിലും കോളേജിലൊക്കെ കഥാരചനയിലൊക്കെ പങ്കെടുത്ത് പ്രൈസ് ഒക്കെ വാങ്ങിക്കാറ്. അപ്പൊ അമ്മ എന്നോട് പറയും, മോനെ ഇത്രയും കാലമായി ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ബുക്ക് ഫിക്ഷനാണേ വായിക്കാൻ, എന്താ എനിക്ക് ഒരു ലൈൻ എഴുതാൻ പറഞ്ഞാൽ എനിക്ക് പറ്റാറില്ല, നീ എങ്ങനെ തീരെ വായില്ലാത്ത നീ എങ്ങനെ എഴുതുന്നു, അത് ഇത്രയും ഫ്രഷ് ലാംഗ്വേജിൽ എഴുതും. കൊച്ചിലെ ഒരു അത്ഭുതമായിരുന്നു. ഞാനൊരു ബുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സന്തോഷ് പണ്ഡിറ്റിന്റെ ചെറുകഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വീട്ടില് ആർക്കും അല്ല, എന്റെ വീട്ടില് ഞാൻ പ്രകാശനം ചെയ്തൊരു ബുക്ക് കിടക്കുന്നുണ്ട്. അമ്മ അപ്പോഴും പറയുന്നത് വേണമെങ്കിൽ ആർക്കും അയച്ചു കൊടുക്കുക. അവസാനം ഗതികെട്ടിനോട് പറഞ്ഞു ക്ലാസിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ നമ്മളിവിടെ ചെമ്മീൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ MT സാറിന്റെ ഇങ്ങനെയുള്ള കുറച്ച് ബുക്സ് എങ്കിൽ വായിക്കും. ക്ലാസിക് അതും ഞാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഞാൻ ചെറുകഥകളും വായിക്കാറൊന്നും ചെയ്യില്ല, അതേസമയം ഞാൻ നന്നായി എഴുതാറുണ്ട്. ഒരു പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മറയ്ക്കാനാകില്ല. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമില്ല. ഒരുപാട് വിമർശനങ്ങളാണ് താങ്കൾ കൂടുതലും കേട്ടത്. ഇതിന്റെ ഇത്രയും വിമർശനം കേട്ടിട്ട് താങ്കൾ ഇതൊക്കെ പോരാടി നിൽക്കുന്നത് എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു പോരാട്ടത്തിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. എനിക്ക് നേരത്തെ അറിയാം അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സിനിമ കണ്ടവർക്ക് അങ്ങനെ വിമർശനം ഉണ്ടോ? സിനിമ കണ്ടിറങ്ങിയ ഒരാൾക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ടോ? ആർക്കും വലിയ പ്രശ്നമില്ല. സിനിമ കാണാത്തവർക്കല്ലേ വിമർശനം വരുന്നത്. ഇക്കാര്യം ഈ ലോകത്ത് ആധികാരികമായിട്ട് എനിക്കേ പറയാൻ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന മെസ്സേജ്, എനിക്ക് വരുന്ന ഫോണ്, ഇപ്പൊ തന്നെ പലരും പറയും സന്തോഷ് സാറേ മാപ്പ്, ഞങ്ങൾ വിചാരിച്ചില്ല, ഞങ്ങളോട് പലരും പറഞ്ഞത് ഇയാൾ നിങ്ങൾ തമാശക്ക് ചെയ്യുന്നു, നിങ്ങൾ ഇൻഡസ്ട്രിയെ അതാക്കാൻ ചെയ്യുന്നു. നിങ്ങൾ സീരിയസ് ആണ്. സത്യം പറഞ്ഞാൽ സിനിമ റിലീസ് ആയത് മനസ്സിലായി. ഈ സിനിമയിലൂടെ കുറെ പുതുമുഖങ്ങള് 105ഓളം പുതുമുഖങ്ങൾ. അവരുടെയൊക്കെ ഭാവി എന്തായിരിക്കും? ഇപ്പൊ മലയാള സിനിമയ്ക്ക് ഇതേപോലെ തന്നെ ഞാൻ വിചാരിക്കും എന്റെ രണ്ടാമത്തെ സിനിമയായ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ്, ഇങ്ങനെ 1-2 സിനിമകൾ കഴിഞ്ഞാൽ ഈ നായിക ദാരിദ്ര്യം എന്നുള്ള വാക്ക് മലയാള സിനിമ പറയാതോ, ദാറ്റ് ഈസ് ഇട്ടതും ഇടാത്തതും മലയാളിത്തം ഉള്ളതും ഇല്ലാത്തതും നിങ്ങൾക്ക് ഏത് തരമാണ് വേണ്ടത്, എല്ലാ തരക്കാരെയും ഞാൻ തരുന്നുണ്ട്. സിനിമ നായിക ദാരിദ്ര്യം എന്ന് പറയരുത്. അടുത്ത പടത്തിന് വേണ്ടിയുള്ള കാസ്റ്റിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞല്ലോ. ഓൾമോസ്റ്റ് നായകനാരായിരിക്കും? നായകൻ ഞാൻ തന്നെയാണ്. തൽക്കാലം ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. വേറൊരു സിനിമ ലാലേട്ടനെ വെച്ച് ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട്. ലാലേട്ടൻ വരുന്ന പടത്തിൽ ആരായിരിക്കും നായകൻ? അല്ല, ലാലേട്ടനെ വെച്ച് ചെയ്യണമെന്നുള്ളത്. എനിക്ക് ഡയറക്ടർ, ഞാൻ പറഞ്ഞല്ലോ എന്റെ ബേസിക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ എന്ത് വിട്ടാലും കഴിഞ്ഞ ഡയറക്ഷൻ വിടാതെ നോക്കുകയാണെന്നുള്ളത്. കാരണം ഞാൻ അതാണ് ബുദ്ധി വേണ്ടത്. ബാക്കിയുള്ളതിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി കൊടുത്തു, അയാൾ പോയി. അപ്പൊ അഭിനയിക്കുന്നതിന് ബുദ്ധി വേണ്ടെന്നാണോ? ബുദ്ധി വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ക്രിയേറ്റീവായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റും. ഞാൻ പറയട്ടെ, എനിക്കിപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടറിന് അഭിനയിക്കണം എന്നുണ്ട്. ഞാൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാണ്, പക്ഷെ എനിക്ക് വരുന്ന ഒരാൾ അങ്ങനെ എനിക്ക് റോള് തരുന്നില്ലെങ്കിൽ അതാണ് ഈ താരപരിവേഷത്തിന്റെ പ്രശ്നം. ഇതാണ് ഇതിന്റെ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ യൂട്യൂബ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ എവിടെ ചെന്ന് അവസാനിച്ചാണ്? യൂട്യൂബ് ഇല്ലെങ്കിലും ഈ സിനിമ നല്ല ഹിറ്റാവും, പക്ഷേ അതിന്റെ രീതിയിൽ വ്യത്യാസം വരും. കമേഴ്ഷ്യൽ അല്ലെങ്കിൽ സമാന്തര ചിത്രങ്ങൾ ചെയ്യുന്നവർക്ക് ഇപ്പോഴും ഒരു അവാർഡ് മോഹം ഉണ്ടാവും. ഈ ചിത്രത്തെ എന്തെങ്കിലും ദേശീയ സംസ്ഥാന അവാർഡ് അങ്ങനെ എന്തെങ്കിലും മോഹിച്ചിരുന്നോ? കുറയ്ക്കല്ലേ, നമ്മൾ വല്ല ഓസ്കാർ കിട്ടിയാൽ അതായി ഇതിലല്ലേ നിൽക്കുന്നത്. നമുക്ക് പിന്നെ ഐറ്റാ ചാടിയൊന്നുമില്ല. നമ്മൾ സംസ്ഥാനീയ വാങ്ങുമോ ദേശീയ വാങ്ങുന്നില്ല, ഓസ്കാർ കിട്ടിയാൽ നമ്മൾ വാങ്ങിക്കും. അതിനൊന്നും പ്രശ്നമില്ല. അമ്മാര് ചാടിയൊന്നുമില്ല. അതുപോലെ നമ്മൾ ഈ പുതിയ നടിമാരെ കൂടി അഭിനയിക്കുന്നൊന്നുമില്ല. നമുക്ക് പൈസ റോയിന്റെ കൂടെ ആയാലും നമ്മൾ റെഡിയാണ്. നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ റെഡിയാണെങ്കിൽ നയൻതാരന്റെ കൂടെ ആയാലും നമ്മൾ അഭിനയിക്കും. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീ എന്നും കാമാക്ഷി, പ്രേമം പുതു പ്രേമം
എന്നും അനുരാഗി. ഓ പ്രിയേ, ഓ പ്രിയേ, ഓ പ്രിയേ. എനിക്ക് കഴിവുണ്ട്, അതില്ലാത്തവനൊക്കെ ഒന്നിനും കൊള്ളാത്തവരും അവനിട്ട് പാര പണിതേ അടങ്ങും എന്നൊന്നും വാശിയൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണമായി ജീവിക്കുകയാണെങ്കിൽ തന്നെ ദൈവം നമുക്കെല്ലാം തരും. പിന്നെ ഞാൻ അവർക്കൊരു തുറക്കം കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കും, ജീവിതകാലം മുഴുവൻ എനിക്ക് എല്ലാവർക്കും ഇങ്ങനെ ചാൻസ് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ബാക്കി അവനവന്റെ സ്മാർട്ട്നെസ് ആണ്. വേറെ ആരെങ്കിലും പോയി കാണുക. ഇനിയിപ്പോ ധൈര്യത്തിൽ പറയാലോ, സാർ ഞാൻ കൃഷ്ണരാധയിൽ അഭിനയിച്ചു, ഞാൻ വില്ലനായിരുന്നു, ഞാൻ കോമഡിയനായിരുന്നു, പറഞ്ഞു വാങ്ങിക്കുക. അല്ലാതെ ഇപ്പൊ ഇത് ജീവിതകാലം മുഴുവൻ എന്റെ എല്ലാ സിനിമയിലും അഭിനയിക്കുക എന്നുള്ള അങ്ങനെ വിചാരിക്കരുത്. മറ്റുള്ളവരുടെ സിനിമ നോക്കും. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു നല്ല സിനിമ എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് നല്ല സിനിമ എന്ന് പറയുമ്പോൾ ഒരു കലാകാരൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. എന്തും നിങ്ങൾ ഏത് തരം കലാകാരനായാലും കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം തുടങ്ങി അത് അവസാനിക്കുന്നവരെ ഒരാൾ കണ്ടിരുന്നാൽ നിങ്ങളെ വിജയമാണ്. നിങ്ങൾ കഥാപ്രസംഗം ചെയ്യുന്നു, ആ തുടക്കം മുതൽ ഒടുക്കം വരെ അയാൾ കണ്ടിരുന്നാൽ നിങ്ങൾ നല്ലൊരു കഥാപ്രസംഗം. എനിവേ അതിനിടയിൽ മറ്റാൻ കേട്ടോ കരഞ്ഞോ അവരത് കംപ്ലീറ്റ് ചെയ്തു. ഞാനൊരു സിനിമ ചെയ്തു തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങളത് കണ്ടിരുന്നുവെങ്കിൽ തന്നെ എൻ്റെ വിജയമാണ്. അപ്പോൾ താങ്കളുടെ ഭാവി പരിപാടി എന്താണ്? ഈ സിനിമയെ തന്നെ തുടരാനാണോ പരിപാടി? പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ സിനിമയിൽ തന്നെ തുടരാനാണ് വിചാരിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ സിനിമ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ് എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ്. അതിലെ സോങ്സ് ഇപ്പം തന്നെ ഇന്റർനെറ്റിലും 2 ദിവസമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ അറിയാം. 20,000 40,000 പാടാവോ? ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ്. ഓക്കെ, ഇംഗ്ലീഷാണ്. Music is the name of love, love. Puppy, your name is love, love. Kissing is the part of love, love. Marrying is the result of love, love. You are my Jackson, Michael Jackson. You are my lover, crazy lover. Music is the name of love, love. Puppy, your name is love, love. എല്ലാ ടൈപ്പും ഞാൻ 8 പാട്ടുണ്ട് പതിവ് പോലെ തന്നെ. ഈശോയുടെ എപ്പിസോഡ് ഞങ്ങളുടെ വെബ്സൈറ്റായ www.manoramanews.com/ഈശോയിൽ ലഭ്യമാണ്. ഈശോ വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.